ഒരാഗ്രഹ പൂർത്തീകരണം എന്നോണം ചാരമായി പാറിപ്പറന്ന് മറഞ്ഞു പോയെങ്കിലും നമ്മയെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്താൻ നമുക്കൊരു ചിറകായി തിരികെ വന്ന പുണ്യവാളൻ. ആലുവായിൽ അമലോത്ഭവയ്ക്കു വേണ്ടി ഒരു സിറ്റി പണിയാനും അമലോത്ഭവയ്ക്കു വേണ്ടി ചാരമാകാനും അത് ലോകമെമ്പാടും പാറിപ്പറന്ന് മറയാനും കൊതിച്ച് ചാരമായതിലൂടെ അദൃശ്യശേഷിപ്പായി മാറിയ ഈ സന്യാസ വൈദികനിൽ പൂർത്തിയായ ഒരു വചനം കേൾക്കാൻ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ചാരമായെങ്കിലും നമ്മുടെ ചാരയുള്ള പുണ്യാളൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.